ലാലേട്ടൻ ഇനി സ്ലോ ആകുന്നില്ല. ഒരു സിനിമ പോലും റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ 7 പുതിയ സിനിമകൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചു. പ്രിയദർശൻ മുതൽ ജീത്തു ജോസഫ് വരെ. മലയാളം സിനിമയുടെ നെക്സ്റ്റ് ഫേസ് മുഴുവൻ മോഹൻലാൽ ഡോമിനേറ്റ് ചെയ്യാനാണ്. ഇന്നലെ രാത്രി മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു സിമ്പിൾ പോസ്റ്റ് ഇട്ടു: എക്സൈറ്റിംഗ് സ്റ്റോറീസ്, എക്സൈറ്റിംഗ് ജേർണീസ്. പക്ഷേ ആ പോസ്റ്റിന് പിന്നിൽ ഉണ്ടായിരുന്നത് 7 പുതിയ കൊളാബറേഷൻ. സിനിമാ ലോകം മുഴുവൻ ഇപ്പോൾ സംസാരിക്കുന്നത് അതാണ്. ഈ ലിസ്റ്റിൽ ആദ്യം തന്നെ കാണുന്നത് പ്രിയദർശൻ. ലാലേട്ടൻ പ്രിയൻ കോംബോ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളം സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ ഇമോഷൻ ഉണ്ട്. അതിന് പിന്നാലെ ജീത്തു ജോസഫ്. ദൃശ്യം യൂണിവേഴ്സ് സൃഷ്ടിച്ച കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ എക്സ്പെക്ടേഷൻ നാച്ചുറലി ഹൈ ആണ്. പക്ഷേ ഏറ്റവും എക്സൈറ്റിംഗ് ആയത് ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് ആണ്. ദിലീഷ് പോത്തൻ, ജൂഡ് ആന്റണി ജോസഫ്, അനൂപ് സത്യൻ, വിഷ്ണു മോഹൻ. ഓരോരുത്തർക്കും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫിലിം മേക്കിംഗ് സ്റ്റൈൽ. അതായത് ലാലേട്ടൻ ഇനി സേഫ് സോണിൽ നിൽക്കാൻ പോകുന്നില്ല, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഫേസിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ അതിമനോഹരം ഷൂട്ട് നടക്കുകയാണ്. അതിന് പിന്നാലെ ഈ 7 പ്രൊജക്ട്സ് കൂടി വരുമ്പോൾ അടുത്ത 3-4 വർഷം മോഹൻലാലിന്റെ കരിയറിലെ ബിസിയസ്റ്റ് പീരീഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ചോദ്യം നിങ്ങളോട്: ഈ 7 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഏതാണ്? പ്രിയദർശൻ, ജിത്തു ജോസഫ്, ദിലീഷ് പോത്തൻ? കമന്റ് ബോക്സിൽ ഡയറക്ടറിന്റെ പേര് മാത്രം എഴുതൂ. നോക്കാം ലാലേട്ടൻ ഫാൻസ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത് ഏത് പ്രൊജക്ടിനാണെന്ന്.